ഉത്സവത്തിനെ കണ്ട പല രീതികളെ ബേസ് ചെയ്തുകൊണ്ട് അതിന് അവരവരുടെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി വരില്ല. ഓരോരുത്തർക്കും ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ച് എന്ത് ചെയ്യണം, കൂട്ടിക്കൊണ്ടിരിക്കണം. അറിവ് കൂട്ടിക്കൊണ്ടിരിക്കണം. അറിവ് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് വരും, സമ്പത്തും അതിനനുസരിച്ച് വരും. വിദ്യാധനം സർവ്വനാല പ്രധാനം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു ചൊല്ലുണ്ട്, പണ്ടേ ഒരു ചൊല്ലുള്ളതാണ്, സമ്പത്ത് കാലത്ത് തൈ 10 വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് വന്നു. അപ്പൊ നമുക്ക് ഇന്നിപ്പോ ഇവിടെ വലിയൊരു ഉത്സവം നടന്നത്, ഇതിന്റെ ഒരു വലിയ ചെലവ് എന്ന് നോക്കുമ്പോൾ ഇന്ന് പല ആളുകളിൽ നിന്നുള്ള വരുമാനം ട്രാൻസ്ഫർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ ഒരു കാളയുടെ ശരിയായ ചെലവ് എന്ന് പറയുന്നത് പല കാളയ്ക്കും പല ചാർജാണ്. ഞാൻ വലിയൊരു കാളയുടെ ഇത് ചോദിക്കുമ്പോൾ 1.5 ലക്ഷം രൂപയോളം ചെലവ് വരുന്നുണ്ട്. അത് പെട്രോൾ പൈസ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേറെ. അത് കൂടാതെ ഉള്ള ഒരു വാടക എന്ന ഇനത്തിൽ തന്നെയാണ് അത് വരുന്നത്. അപ്പോൾ ഒരു അമ്പലത്തിന്റെ ചെലവ് എന്ന് പറഞ്ഞാൽ അത് വേറെയാണ്. അപ്പൊ ഇപ്പൊ ദേവസ്വത്തിൽ പല പ്രശ്നങ്ങളും ഇപ്പൊ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പോറ്റിയെ, കട്ടില്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ ചക്കരക്കുളത്തിൽ കൈയിട്ട് ആരായാലും നക്കും. അപ്പൊ അതിന്റെ കാരണം എന്താണ്? അങ്ങനെ നക്കുകയാണെങ്കിൽ ശരി, നക്കേണ്ടത് എവിടെ നക്കണം എന്നറിയാം, ഈശ്വരന്റെ അടുത്ത് നക്കണം. കാരണം ഈശ്വരനോടനുബന്ധിച്ചുള്ള 33 കോടി ദേവതകള്, ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എല്ലാം നൽകും. എങ്ങനെ നൽകും? അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നക്കണം. അതാണ് അറിവ് ബേസ് ചെയ്തുകൊണ്ട്. വേദന എവിടെയുണ്ടോ അവിടെ മാത്രം തേച്ചാൽ മതി. എല്ലായിടത്തും ഇവിടെ വേദന ഉണ്ടോ, ഉറക്കമുണ്ടോ, കടച്ചിൽ